ഹലോ നമസ്കാരം. നിങ്ങളുടെ മനസ്സിലുള്ള യെസ് ഓർ നോ ചോദ്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഇതിൽ നിന്ന് ഒരു ചാം ചൂസ് ചെയ്യുക. ചാം 1 അല്ലെങ്കിൽ ചാം 2. നിങ്ങൾ ചാം 1 ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള യെസ് ഓർ നോ ചോദ്യത്തിന് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന ഉത്തരം എന്താണ് എന്ന് നമുക്ക് നോക്കാം. മേ ബി എന്നുള്ള ഉത്തരമാണ് വന്നിരിക്കുന്നത്. അതായത് ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ, ദ ആൻസർ ഈസ് വിതിൻ. അപ്പൊ നിങ്ങളിപ്പോൾ മനസ്സിൽ ചിന്തിച്ചിട്ടുള്ള ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി അറിയാം. ഓക്കെ, അതിനെ അംഗീകരിക്കുക എന്നുള്ളതാണ് അടുത്ത പടി. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ എന്താണോ ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഇപ്പോഴത്തെ ചോദ്യത്തിനുള്ള നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി ലഭിക്കുന്ന ഉത്തരം എന്താണോ അത് തന്നെയാണ് യൂണിവേഴ്സിനും നൽകാനുള്ളത്. ഓക്കെ, അപ്പൊ അതിന് വേറൊരു കൺഫർമേഷൻ, ഒരു എക്സ്ട്രാ ക്ലാരിഫിക്കേഷൻ നോക്കേണ്ട ആവശ്യമില്ല. ആ ഉത്തരത്തിന് അംഗീകരിക്കണം. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കാത്ത ഉത്തരമായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ നല്ലതിനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അംഗീകരിക്കുക. ഓക്കെ, അതനുസരിച്ച് അടുത്ത സ്റ്റെപ്പുകൾ എടുക്കാൻ പറയുന്നു. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് റെസനേറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുകയാണ്. കമന്റ്സിൽ അറിയിക്കുക. താങ്ക് യു. ഇനി നിങ്ങൾ രണ്ടാമത്തെ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ ഓക്കെ, നിങ്ങൾക്കുള്ള ഉത്തരം എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ മനസ്സിലുള്ള യെസ് ഓർ നോ ചോദ്യത്തിന് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന ഉത്തരം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, മൾട്ടിപ്പിൾ കാർഡ്സ് ആണ് കേട്ടോ വിളിക്കുന്നത്, അതുകൊണ്ടാണ് എടുക്കാത്തത്. നിങ്ങളോട് പറയുന്നു നോ. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് ഫ്രീ, ദിസ് പാത്ത് ലീഡ്സ് ടു എൻട്രാപ്മെന്റ്. ഓക്കെ, അതായത് ഇത് നിങ്ങൾക്ക് നല്ലതല്ല. ഇത് നിങ്ങൾക്ക് അൺഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിങ്ങൾക്ക് ഒരുപാട് ഒരു ടോക്സിക് എനർജിയിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഹാംഫുൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് നല്ലതല്ലാത്ത ഒരു എനർജിയിലേക്കാണ് അത് പോകുന്നത്. അല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾക്കത് ദോഷമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് മുക്തി നേടാനാണ് നിങ്ങളോട് പറയുന്നത്. അതിന് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ എല്ലാ എനർജറ്റിക്കൽ കണക്ഷനും വിടിയിച്ചുകൊണ്ട് നിങ്ങളോട് മുന്നോട്ട് പോകാൻ പറയുന്നു. ഓക്കെ, അപ്പൊ ഇതില് ഈ ഒരു വ്യക്തി കണ്ടില്ലേ, അവരൊക്കെ പൈസ ഇല്ല. അപ്പൊ ഇവിടെ ഒരു എന്താ പറയണ്ടേ, മറ്റേ നമ്മളെ ഈ ചൂതാട്ടൊക്കെ നടത്തുന്ന സ്ഥലം ഉണ്ടല്ലോ, അതിന്റെ മുന്നിലാണ് അവർ നിൽക്കുന്നത്. അപ്പൊ അതിൽ പോയി കഴിഞ്ഞാൽ പൈസ ലഭിക്കാം അല്ലേ, പക്ഷെ അത് നല്ലൊരു രീതിയാണോ പൈസ സമ്പാദിക്കാൻ? അല്ല. അപ്പൊ കാസിനോ, അപ്പൊ ആ കാസിനോയ്ക്ക് പോകണോ വേണ്ടയോ എന്നുള്ള ഒരു ആശങ്കയുണ്ട്. പക്ഷെ എന്നാലും അവര് അങ്ങോട്ടേക്ക് കടക്കുന്നില്ല. പൈസയ്ക്ക് അത്യാവശ്യം ഉണ്ടെങ്കിലും അത് നല്ലൊരു വഴിയല്ലാന്നും അതിൽ പോയി കഴിഞ്ഞാൽ അതൊരു തരത്തിൽ അഡിക്ഷനായി മാറുന്നു, അതൊരു ആരോഗ്യപരമായിട്ടുള്ള കാര്യമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോവാതെ നിൽക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. അതുപോലെ തന്നെയാണ് നിങ്ങളിപ്പോൾ ഈ ചോദിച്ച കാര്യത്തിന്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഉത്തരം. റീഡിംഗ് റെസനേറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുകയാണ്. ഫീഡ്ബാക്ക് കമന്റ്സിൽ അറിയിക്കുക. താങ്ക് യു.